Hello friends, you can see the title of our topic, Sources of Public Revenue. Very important topic. നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തപ്പം അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിൽ എസ്എ വരെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ത് സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ. Isn't it? Public revenue എന്ന് പറഞ്ഞാൽ എന്താ? See, public revenue refers to the all revenue or income that mobilized by the public authority like central government, state government or local self-governments. Okay, that is the most important thing. നമുക്കറിയാം പബ്ലിക് ഫൈനാൻസുമായി ബന്ധപ്പെട്ട് സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫൈനാൻസ് ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്തിട്ടുണ്ട്. ഇൻ വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ് public revenue, public expenditure, public debt, federal finance, local finance, budget and so on. Isn't it? അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള സോഴ്സിൽ നിന്ന് ഗവൺമെൻറ് മൊബിലൈസ് ചെയ്യുന്ന ടോട്ടൽ ഇൻകം അതിന് വിളിക്കുന്ന പേരാണെന്ത് പബ്ലിക് റവന്യൂ. Isn't it? All sources of public revenue that can be categorized into two. എല്ലാ ആ സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സി ഫസ്റ്റ് വൺ ടാക്സ് റവന്യൂ ആൻഡ് സെക്കൻഡ് വൺ യു ക്യാൻ സി നോൺ ടാക്സ് റവന്യൂ. ഓക്കെ, രണ്ട് സോഴ്സസ് ആണ് വരുന്നത്. ഒന്നാമത്തെ എന്താണ് ടാക്സ് റവന്യൂ ആൻഡ് സെക്കൻഡ് വൺ ഈസ് നോൺ ടാക്സ് റവന്യൂ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ ലൈവ് ക്ലാസ് ആയിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഏരിയ ആണിത്. നിങ്ങളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവും ആ ക്ലാസ്സിൽ. ആരെങ്കിലും വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ ലൈവ് വീഡിയോ നിങ്ങൾ കാണണം. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ലൈവ് ക്ലാസ്സിൻ്റെ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു നല്ലൊരു ആൻസർ ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതേണ്ട വേദിയല്ല എക്സാം ഹോള്. ആൻസർ ഷീറ്റിൽ എല്ലാ കാര്യങ്ങളും എഴുതേണ്ടതല്ല, അങ്ങനെയല്ല. ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ്, ചോദ്യത്തിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ക്വാളിറ്റി ഓഫ് യുവർ ആൻസർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അതിലുള്ള വേർഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. എന്നാൽ കാരണം എന്താ, ഒരു 5 മാർക്ക് ഇത്ര കൂടുതൽ എഴുതിയാൽ ചിലപ്പോൾ രണ്ട് എസ് അങ്ങോട്ട് ഒഴിവാക്കേണ്ടി വരും. വാട്ട് ഈസ് ദ മാറ്റർ? വി ഹാവ് നോ ടൈം ടു അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സാമിൽ നിങ്ങൾക്ക് 2 മാർക്കായിട്ടാണ് വന്നിട്ടുള്ളത്. വാട്ട് യു മീൻ ബൈ പബ്ലിക് റവന്യൂ ആൻഡ് ഇറ്റ് സോഴ്സസ്? 2 മാർക്ക്. നമ്മൾ എസ് എ വരുമെന്ന് പ്രതീക്ഷിച്ച ചോദ്യമാണ്, പക്ഷേ 2 മാർക്കിനാണ് വന്നത്. ഇവിടെയാണ് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ല് നിങ്ങൾ കാണിക്കേണ്ടത്. 2 മാർക്കിന് ചോദിക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള 2 മാർക്കിനുള്ള ഉത്തരം അവിടെ എഴുതണം. സി പബ്ലിക് റവന്യൂ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഡൗൺ, ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും വേണ്ട. കാരണം എന്താ, വെരി ഷോർട്ട് ആൻസർ ആണ്, 2 മാർക്കാണ്. പബ്ലിക് റവന്യൂ റെഫേഴ്സ് ടു ഓൾ ഇൻകം ദാറ്റ് മൊബിലൈസ്ഡ് ബൈ ദി പബ്ലിക് അതോറിറ്റി. Isn't it? That is public revenue. Public revenue means all income, all revenue that generated or mobilized by the government from different sources. പ്രധാനപ്പെട്ട ഒരു പോയിന്റായി all income of the public authority you can just underline. Isn't it? This is the trick. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നു, റൈറ്റ്? ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? The all sources of public revenue that can be categorized into 2, namely tax revenue and non-tax revenue. You just underline tax revenue, then non-tax revenue. അല്ലെങ്കിൽ the sources of public revenue that can be divided into 2, A tax revenue, B non-tax revenue. താഴേക്ക് കൊടുക്കുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. പരീക്ഷ വാല്യൂ ചെയ്യുന്ന എക്സാമിനർക്ക് എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് ആൻസർ നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക, സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ, കറക്റ്റ് എഴുതുക, ഫുള്ളിങ്ങനെ ടിക്കറ്റ് ഫുൾ മാർക്ക് തരും. Isn't it? അങ്ങനെയാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ളൊരു സമയം. ദിസ് ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് സ്മാർട്ട് വർക്ക്. റൈറ്റിംഗ് സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട 2 പോയിന്റും കൂടി വേണമെങ്കിൽ കൊടുക്കാം. ടാക്സ് റവന്യൂ മീൻസ് the income that mobilized by the government from all taxes.
നികുതിയിൽ നിന്ന് ഗവൺമെൻറ് മൊബിലൈസ് ചെയ്യുന്ന വരുമാനത്തെ വിളിക്കുന്ന പേരാണെന്ത്? ടാക്സ് റവന്യൂ. വെരി സിമ്പിൾ. യു ക്യാൻ ഈസിലി എക്സ്പ്ലെയിൻ ഫ്രം ദ ഹെഡിങ് ഇറ്റ് സെൽഫ്. ടാക്സ് റവന്യൂ മീൻസ് ദ ഇൻകം ഓഫ് ദ ഗവൺമെൻറ് ഫ്രം ഡിഫറെൻറ്റ് ടാക്സസ് ലൈക്ക് വാറ്റ്, GST, ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ എഴുതുന്നതിന് പകരം പല വിദ്യാർത്ഥികളും നല്ല പഠിക്കുന്ന കുട്ടികളാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അവരങ്ങോട്ട് ഹെഡിങ് കൊടുത്തിട്ട് ടാക്സ് റവന്യൂ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ടൈപ്സ് ഓഫ് ടാക്സസ്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, പ്രൊപ്പോർഷണൽ ടാക്സേഷൻ, പ്രോഗ്രസീവ്, ഡിഗ്രസീവ്, റിഗ്രസീവ്, സിംഗിൾ ടാക്സ്, മൾട്ടിപ്പിൾ ടാക്സ്, അഡ് വലോറം ടാക്സ്, സ്പെസിഫിക് ടാക്സ്, കാനൻസ് ഓഫ് ടാക്സേഷൻ, ഇമ്പാക്റ്റ്, ഇൻസിഡൻസി, ഇഫക്റ്റ്, എല്ലാ കാര്യങ്ങളും കൊടുക്കും. ദെൻ നോൺ ടാക്സ് റവന്യൂ ഒരു 1-2 പേജ്. 2 മാർക്കിന് ചോദിക്കുമ്പോൾ വരെ കുട്ടികൾ എഴുതിയിട്ടുണ്ട്. 5 മാർക്കിനും അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. എസ്സേ അങ്ങോട്ട് ചെയ്ത് 2 എസ്സേക്കുള്ള കണ്ടന്റ് കൊടുക്കുക. ദിസ് ഈസ് നോട്ട് ഗുഡ്. ഇങ്ങനെ ചെയ്യുന്നത് വളരെ വളരെ വിഡ്ഢിത്തരാണ്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ആ പേപ്പർ നോക്കിയപ്പോൾ. നല്ല മാർക്ക് കിട്ടേണ്ട കുട്ടിയാണ്. നമുക്ക് മാക്സിമം അതിൽ 2 കൊടുക്കാൻ പറ്റുള്ളൂ. പാരഗ്രാഫ് ടൈപ്പ് ആണെങ്കിൽ 5 കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ആൻസർ അങ്ങനെ നീട്ടി വലിച്ച് പരത്തി എഴുതിയത് കൊണ്ട് 2 എസ്സേക്ക് അങ്ങോട്ട് ലീവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ച് എഴുതേണ്ടി വരും. 1-2 പാരഗ്രാഫ് എഴുതുമ്പോൾ സമയം കഴിയും. ഇസ്ന്റ് ഇറ്റ്? ഇതേ ക്വസ്റ്റ്യൻ പാരഗ്രാഫ് ടൈപ്പ് വരികയാണെങ്കിൽ പബ്ലിക് റവന്യൂ കുറച്ച് വളരെ ഉഷാറായിട്ട് കൊടുക്കുക. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പബ്ലിക് റവന്യൂ, ദറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് പബ്ലിക് ഫൈനാൻസ്, വൺ ഓഫ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫൈനാൻസ്. Public revenue means the income of the public authority, that is central government, state government or local self-government. Public revenue is one of the components of budget. That is also very important. നമുക്ക് യൂണിയൻ ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിലും സ്റ്റേറ്റ് ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിലും അവിടെ ഒരു കോമ്പണൻ്റ് എന്താണ്? പബ്ലിക് റവന്യൂ ഉണ്ടാവും. അവിടെ ടാക്സസും കാണിക്കും, നോൺ ടാക്സ് റവന്യൂവും കാണിക്കും. ബഡ്ജറ്റിൻ്റെ സ്ട്രക്ചർ വി വിൽ ഡിസ്കസ് ഇൻ ദി കമ്മിങ് വീഡിയോ. ബഡ്ജറ്റിൽ നമുക്ക് എന്തുണ്ട്? റവന്യൂ അക്കൗണ്ട് ഉണ്ട്, അവിടെ റവന്യൂ റെസിപ്റ്റ് ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, അവിടെ ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. സോ റവന്യൂ, പബ്ലിക് റവന്യൂ, ദാറ്റ് ഈസ് ഓൾസോ എ വൈറ്റൽ കോമ്പോണൻസ് ഓഫ് ബഡ്ജറ്റ്. ആ കാര്യങ്ങളും കൊടുക്കുന്നു. റൈറ്റ്. ദെൻ all the sources of public revenue that can be divided into 2, tax revenue and non-tax revenue. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ജസ്റ്റ് ഡിഫൈൻ ടാക്സ്. ഹൗ ക്യാൻ വി ഡിഫൈൻ ടാക്സ്? നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ക്യാൻ സിംപ്ലി സേ taxes are compulsory contributions imposed by the government on its citizens to meet the general expenses incurred for the common good without any corresponding direct returns or benefits or quid pro quo to the taxpayer. Isn't it? It is the compulsory contributions from the part of citizens of the country that imposed by the government, and the fund that obtained or received by the government from taxes should be used for common purposes, general welfare of the people, or to meet the expenditure of the government. And another important thing is that the taxpayer will not get any direct benefit from the payment of taxes. No more quid pro quo. ഞാൻ നികുതി കൊടുക്കുന്നത് കൊണ്ട് ഗവൺമെൻറ് എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഡയറക്റ്റ് ബെനിഫിറ്റ് എനിക്ക് കിട്ടില്ല. Isn't it? നമ്മൾ ഫീ കൊടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ലൈസൻസ് ഫീ അടച്ചിട്ടാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ലൈസൻസ് കിട്ടും. ഫീ അടക്കുന്നു, എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കിട്ടുന്നു? ലൈസൻസ്. വാട്ട് ഈസ് ദ ലൈസൻസ്? യു ഹാവ് ദ റൈറ്റ് ടു ഡ്രൈവ് എ കാർ. ഗൺ ലൈസൻസ് കിട്ടുന്നു, അതിന് ഞാൻ ലൈസൻസ് ഫീ കൊടുക്കുന്നു. ദെൻ യു ഹാവ് ദ റൈറ്റ് ടു യൂസ് എ ഗൺ. Isn't it? Then ഇമ്പോർട്ട് ലൈസൻസ് കിട്ടുന്നു, ഞാൻ ലൈസൻസ് ഫീ കൊടുക്കുന്നു. ദെൻ യു ഹാവ് ദ റൈറ്റ് ടു ഇമ്പോർട്ട് ഗൂഡ്സ് ഓർ സർവീസസ് ഫ്രം എബ്രോഡ്. ബട്ട് ടാക്സിന് എന്താണ്? അങ്ങനത്തെ കിഡ് പ്രോക്കോ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബെനിഫിറ്റ്. There is no direct benefit relationship between the taxpayer and the government. Isn't it? അപ്പോൾ ജസ്റ്റ് ടാക്സിന് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് അവിടെ പറയുന്ന ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സസ് കാര്യങ്ങളൊന്നും പറയണ്ട. ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ടാക്സ് റവന്യൂ, ദാറ്റ് ഈസ് ദ റവന്യൂ ഫ്രം ഡിഫറെൻറ്റ് ടാക്സസ് ലൈക്ക് GST, VAT, ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, എക്സെട്ര.
Okay, it is over. Then non-tax revenue, how can we define it? All the income that mobilized by the government other than taxes. നികുതിയിൽ നിന്നല്ലാത്ത മറ്റ് മേഖലയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വരുമാനത്തെയും വിളിക്കുന്ന പേരാണെന്ത്? നോൺ ടാക്സ് റവന്യൂ, നികുതിയേതര വരുമാനം. Isn't it? ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം എന്താ, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലൈവ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, യു ക്യാൻ ജസ്റ്റ് വാച്ച് ഇറ്റ്. അവിടെ ബജറ്റ് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു 1 hourൻ്റെ അടുത്തുള്ള ലൈവ് ക്ലാസ് ആണ്. ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു, isn't it? Then non-tax revenue that can be classified into 3. What are they? Administrative revenue. Okay, non-tax revenue, that we can simply say administrative revenue, isn't it? Administrative revenue. Administrative revenue-ൽ വരുന്നതാണ് എന്ത്? ഫീ, ലൈസൻസ് ഫീ, സ്പെഷ്യൽ അസസ്മെൻറ്റ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലൈവ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാറ്. സ്പെഷ്യൽ അസസ്മെൻറ്റ്. ദെൻ ഫൈൻ ആൻഡ് പെനാൽറ്റീസ്. ഓക്കെ, ബൈക്കുമ്മൽ അല്ലെങ്കിൽ സ്കൂട്ടറിൽ 3 പേര് വെച്ച് പോവുക, ഹെൽമെറ്റ് വെക്കാതെ പോവുക, ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് എന്താ? ഫൈനും പെനാൽറ്റിയും ഒക്കെ ചുമത്തും. ദെൻ എസ്റ്റേറ്റ്. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ മരണപ്പെടുന്നു, അദ്ദേഹത്തിന് എന്താണ്? അനന്തരാവകാശികളില്ല, അല്ലെങ്കിൽ വിൽ പേപ്പറുമില്ല, എന്തെങ്കിലും ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ എൻ്റെ സ്വത്തുക്കളോ ഇവർക്ക് കൊടുക്കണം, അങ്ങനെ ഒരു വിൽപത്രം ഒന്നും എഴുതി വെക്കാതെ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസും സ്വത്തുമെല്ലാം ആര് ഏറ്റെടുക്കും? ഗവൺമെൻറ് ഏറ്റെടുക്കും. അതിന് വിളിക്കുന്ന പേരാണ് എസ്റ്റേറ്റ്. ദാറ്റ് കം അണ്ടർ അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ. ദെൻ ഫോർഫീച്ചേഴ്സ്. ഫോർഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കോടതി ഒരാളിൽ നിന്ന് സ്വത്തോ പണമോ കണ്ടുകെട്ടുക. കാരണം വെച്ചാൽ ജാമ്യം നിന്നിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഗ്രിമെൻറ്റ് കോടതിയും വ്യക്തിയും ദെൻ ആ വ്യക്തിക്ക് അത് പാലിക്കാൻ കഴിഞ്ഞില്ല, ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല, ആ വ്യക്തി അത് പാലിക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ടാൽ കോടതി ആ സ്വത്ത് എന്ത് ചെയ്യും? കണ്ടുകെട്ടും. അതിന് വിളിക്കുന്ന പേരാണെന്ത്? ഫോർഫീച്ചേഴ്സ്. ഓക്കെ, ഈ മേഖലയിൽ നിന്ന് വരുമാനം കളക്ട് ചെയ്യുന്നതാണെന്ത്? അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ. ഓക്കെ, ദെൻ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് പ്രോഫിറ്റ്സ് ഫ്രം പബ്ലിക് എന്റർപ്രൈസസ്. ഓക്കെ, profits from public enterprises. Public enterprises. You can see the income that are received or generated by the government from electricity or Indian Railway, then postal services, etc. etc. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, ഗവൺമെൻറ് റൺ ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ലാഭം, isn't it? ഇതൊക്കെ ഇതിൽ നിന്ന് വരും? പ്രോഫിറ്റ്സ് ഫ്രം പബ്ലിക് എന്റർപ്രൈസസ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്ന ഷെയർസ്. ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ SBIയിൽ ഗവൺമെൻറ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഷെയർ ഹോൾഡറാണ്, ഗവൺമെൻറ് ഉണ്ട്. RBIയിൽ 100% ഷെയർ ഹോൾഡർ ആരാണ്? ഗവൺമെൻറ് ആണ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലാഭം കിട്ടുമ്പോൾ അതിൻ്റെ ഡിവിഡൻഡ് ആർക്ക് കൊടുക്കും? ഗവൺമെൻറ്റിന് കൊടുക്കും. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് നോൺ ടാക്സ് റവന്യൂ. ഓക്കെ, ഷെയറിൻ്റെ പകരം ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്നത് ഡിബഞ്ചറാണ്, കടപ്പത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഫ്രം ഡിബഞ്ചേഴ്സ്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് നോൺ ടാക്സ് റവന്യൂ. ദെൻ നോൺ ടാക്സ് റവന്യൂവിൽ വരുന്ന തേർഡ് ഐറ്റം ഗ്രാൻഡ് ആൻഡ് ഗിഫ്റ്റ്സ്. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നു? സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുക്കുന്നു. IMF, വേൾഡ് ബാങ്ക് ഇന്ത്യക്ക് ഗ്രാൻഡ് നൽകുന്നു. ഓക്കെ, അതുപോലെ എയ്ഡ് നൽകുന്നു, ഗിഫ്റ്റ് സമ്മാനം നൽകുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, നോൺ ടാക്സ് റവന്യൂവിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 5 മാർക്കിന് ഷോർട്ടായിട്ട് പറയുന്നു, നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കുന്നു, ആൻസർ വൈൻഡപ്പ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് മാക്സിമം മാർക്ക്. റൈറ്റ്, ഇതേ ടോപ്പിക്ക് എസ്സേയിൽ വരികയാണ്, എക്സ്പ്ലെയിൻ ദ മേജർ സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ. ഇതേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. അവിടെ ടാക്സ് റവന്യൂ പറയുമ്പോൾ ഇഫ് യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് ഗീവ് വൺ ഡെഫിനിഷൻ ഓഫ് ടാക്സ്. നികുതിയുടെ ഒരു ഡെഫിനേഷൻ വേണമെങ്കിൽ കൊടുക്കാം, isn't it? കാരണം എസ്സേ ടോപ്പിക്കാണ്, ഇതിൽ എനിക്ക് നല്ല അവഗാഹമുണ്ട്, ടാക്സിൻ്റെ നല്ലൊരു ഡെഫിനേഷൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻസർ എന്താണ് അണ്ടർലൈൻ ചെയ്തിട്ട് ഡെഫിനേഷൻ കൊടുക്കുക. റൈറ്റ്, സി അക്കോർഡിംഗ് ടു പ്രൊഫസർ സെലിഗ്മാൻ, ടാക്സ് ഈസ് കമ്പൽസറി കോൺട്രിബ്യൂഷൻ ഫ്രം എ പേഴ്സൺ ടു ദ ഗവൺമെൻറ് ടു defray the expenses incurred in the common interest of all without reference to special benefits conferred. Or another beautiful definition that given by Professor Taylor,
taxes are compulsory payments to the governments without expectation of direct return to or benefit to the taxpayer. രണ്ട് മനോഹരമായിട്ടുള്ള ഡെഫിനിഷൻസ്. ഈ ഡെഫിനിഷൻസിൽ നിന്ന് അല്ലെങ്കിൽ ടാക്സ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഡെഫിനിഷൻ പ്രകാരം വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് എ ടാക്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ടാക്സ്? ഓക്കെ, യു ക്യാൻ സിംപ്ലി സേ ടാക്സ് കമ്പൽസറി ഇൻ നേച്ചർ, നിർബന്ധമാണ് അല്ലേ, നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. ദർ ഈസ് നോ ഡയറക്റ്റ് കിഡ് പ്രോക്കോ. കിഡ് പ്രോക്കോ മീൻസ് ബെനിഫിറ്റ്. ഹിയർ there is no direct quid pro quo between the taxpayer and the public authority. Third one, the income from tax is utilized to meet the common expenses of the government. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രൈവറ്റ് ഇൻട്രസ്റ്റ് മീറ്റ് ചെയ്യാനല്ല ഇൻകം ഉപയോഗിക്കുക. എന്തിനു വേണ്ടി ഉപയോഗിക്കുക? ടു മീറ്റ് ദ കോമൺ എക്സ്പെൻസസ് ഓഫ് ദ ഗവൺമെന്റ്. The next point, refusal to pay a tax is a punishable offense. ഓക്കെ, ടാക്സ് കൊടുക്കാതെ മുങ്ങി നടക്കുക, ടാക്സ് കൊടുക്കാതെ ആ പണത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ബ്ലാക്ക് മണി. അത് ഗവൺമെന്റ് പിടിച്ചാൽ എന്താണ്? സീരിയസ് ഒഫൻസ് ആണ്, പണിഷബിൾ ഒഫൻസ് ആണ്. ഓക്കെ, ദെൻ ടാക്സ് ഈസ് പേയബിൾ റെഗുലർലി ആൻഡ് പീരിയോഡിക്കലി. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഒരു ടാക്സിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ഞാൻ ഈ ടോപ്പിക്ക് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരാണ്. വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് എ ടാക്സ്? ഈ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ മനോഹരമായിട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. Then what are the major objectives of taxation? Objectives. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ടൂൾ മാത്രമാണെന്ന്? ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ടാക്സ് ഈസ് വൺ ഓഫ് ദ വൈറ്റൽ ടൂൾസ് ഓർ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഫിസ്ക്കൽ പോളിസി. ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഫിസ്ക്കൽ പോളിസിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് എന്ത്? ടാക്സ് എന്ന് പറയുന്നത്. Okay, we will discuss all these things in the coming video. We can just list out the major objectives of taxation. Okay, it is a source of revenue to the government, then an instrument to regulate the economy, reduction of inequalities among the people, increasing the level of output, optimum allocation of resources, stabilizing the economy, promoting economic growth, development of backward regions. These are the major objectives of taxation. Okay, ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് എന്ത്? കാനൻസ് ഓഫ് ടാക്സേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പബ്ലിക് റവന്യൂവിൽ ടാക്സിന്റെ ഏരിയ വരുമ്പോൾ നിങ്ങൾ കാനൻസ് ഓഫ് ടാക്സേഷൻ പഠിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഫിൻഡിലെ ഷിറാസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാനൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചറും പഠിക്കുക. അതെന്താ ചെയ്യുക? പെയറായിട്ട് പഠിക്കുക. ഇവിടെ പബ്ലിക് റവന്യൂവിൽ വരുന്ന ടാക്സിന്റെ കാനൻസ് ഓഫ് ടാക്സേഷൻ ആൻഡ് ഓൾസോ canons of public expenditure. Right. In the coming video, we will discuss all these points and also kinds of taxes or different types of taxes or classification of taxes. That is also very, very important. Types of taxes like, direct tax, indirect tax, ad valorem tax, specific tax, single tax, multiple tax, progressive taxation, then regressive taxation, proportional taxation, digressive taxation, and so on. We will discuss all these things in the coming video. ഈ ഏരിയ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഹൗ ടു റൈറ്റ് വെരി ഷോർട്ട് ആൻസർ, പാരഗ്രാഫ് ടൈപ്പ് ആൻഡ് എസ്സേ ടോപ്പിക്. ഓക്കെ, ഇതേ ടെക്നിക്ക് തന്നെ നിങ്ങൾ എല്ലാ ഏരിയാസിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.